ദ സീഡ് ഓഫ് ദ സേക്രഡ് ഫിഗ് IFFKയിൽ ഗംഭീര അഭിപ്രായം കേട്ടൊരു സിനിമയാണ്. പക്ഷെ എനിക്ക് അപ്പോഴത് കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് സീറ്റൊക്കെ ഫുൾ ആയി പോയ ഒരു പടമായിരുന്നു. പടം ഡീറ്റെയിൽ കാണാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു, എന്നിട്ടും എന്തോ കാണാൻ തോന്നിയില്ല. ലെങ്ത് കൂടുതലാണ്, പൊളിറ്റിക്സ് ആണ്, അങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ട് ഞാനൊന്ന് മാറ്റിവെച്ചതാണ്. സ്റ്റിൽ കാണണമെന്ന് തന്നെ കരുതിയ പടമാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ഈ പടം റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പിന്നെ കണ്ടേക്കാം എന്ന് വിചാരിച്ചു. സോ മുഹമ്മദ് റസൂലോഫ് സംവിധാനം ചെയ്ത ഈ ഇറാനിയൻ പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇറാനിൽ ഹിജാബ് പ്രക്ഷോഭങ്ങൾ രാജ്യത്താകെ നടക്കുന്ന സമയത്ത് ടെഹ്റാനിലെ പുതുതായിട്ട് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ച ഇമാൻ എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ശക്തമായ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു ഗംഭീര ഐറ്റമാണ് ഈ പടം. ടെഹ്റാനിൽ 2022-2023 കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഹിജാബ് പ്രക്ഷോഭങ്ങളുടെ ദൃശ്യങ്ങൾ സിനിമയുടെ കഥയിലെ സംഭവങ്ങളുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കൊള്ളായിരുന്നു. ഇതിന്റെ സംവിധായകൻ മുഹമ്മദ് റസൂലോഫ്, ശരിക്കും അദ്ദേഹം ഒരു ഫൈറ്റർ ആണെന്ന് പറയാം. പുള്ളിയുടെ സ്വന്തം രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ തുറന്നു കാണിക്കുന്ന ടൈപ്പിലാണ് പുള്ളി സിനിമകൾ ഒരുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സിനിമകൾ നിരോധിക്കുകയും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇറങ്ങിയ പുള്ളിയുടെ There is Evil എന്ന സിനിമ സംവിധാനം ചെയ്തതിന് 7 വർഷം ജയിൽ ശിക്ഷ കിട്ടിയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണിത്. ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ വർക്കുകൾ കഴിഞ്ഞ് പുള്ളിക്ക് രാജ്യം വിടേണ്ടിയും വന്നു. അത് എന്തുകൊണ്ടാണെന്ന് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ സ്ലോ ആയിട്ട് തുടങ്ങി ഒരു മണിക്കൂറിനൊക്കെ ശേഷമാണ് പടം കൂടുതൽ സംഘർഷഭരിതമാകുന്നതെന്ന് പറയാം. പിന്നെ അങ്ങോട്ട് ഒരു ത്രില്ലർ സ്വഭാവമാണ് സിനിമയ്ക്ക്. മതം തീർക്കുന്ന നിയമങ്ങൾ, മുൻവിധികൾ, അതിന് കളിപ്പാവയായിട്ട് മാറിയ ഒരു ഗൃഹനാഥനാണ് ഈ സിനിമയിലുള്ളത്. ചില മനുഷ്യരുടെ ജീവിതം കാണുമ്പോൾ എന്തൊരു ഭീകരമാണ്, എങ്ങനെ ഇതൊക്കെ ഇവര് സഹിച്ച് ജീവിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്കും ഡിസ്റ്റർബിംഗ് ആണ് ഈ സിനിമയിലെയും ചില കാഴ്ചകൾ. പ്രധാന വേഷങ്ങളിൽ വന്ന 4 താരങ്ങളുടെയും ഗംഭീര പെർഫോമൻസ് പടത്തിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. എല്ലാറ്റിനും മീഡിയേറ്റർ ആകുന്ന അമ്മ നജ്മ എന്ന ക്യാരക്ടറായിട്ട് വന്ന സൊഹൈല ഗൊലസ്താനി, ഇമാനായിട്ട് വന്ന മിസാഖ് സരെ, യാഥാസ്ഥിതികതയെ ചോദ്യം ചെയ്യുന്ന മക്കൾ റസ്വാനായി വന്ന മഹ്സ റൊസ്താമി, സനയായി വന്ന സേതറാഹ് മലേക്ക്, 4 പേരും പൊളിച്ചടുക്കിയിട്ടുണ്ട്. ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു പിരിമുറക്കം, അത് ചെറുതായിട്ട് ആരംഭിച്ച് അവസാനം എത്തുമ്പോഴേക്കും ഉച്ചസ്ഥായിയിൽ എത്തുന്നതൊക്കെ നമ്മൾ പ്രേക്ഷകരുടെ ഉള്ളിൽ കൂടി ഫീൽ ചെയ്യുന്നത് അവരുടെ ഈ ഗംഭീര പെർഫോമൻസുകൾ കൊണ്ടുകൂടിയാണ്. പൂയൻ അഖബാബയാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഇവർ ഈ മൗണ്ടൻ ഒക്കെ നിറഞ്ഞ അച്ഛന്റെ ഗ്രാമത്തിലേക്ക് പോകുമ്പോഴുള്ള ലൊക്കേഷന്റെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിരുന്നു. ആൻഡ്രൂ ബേർഡ് ആണ് ഇതിന്റെ എഡിറ്റർ. ശരിക്കും ഇതിന്റെ ഷൂട്ടിംഗ് ഡിസംബർ 2023 തുടങ്ങിയിട്ട് മാർച്ച് 2024 കഴിഞ്ഞതാണ്. അതിനിടയ്ക്കാണ് ഡയറക്ടർ അറിയുന്നത് പുള്ളിയുടെ തടവ് ശിക്ഷ റിന്യൂ ചെയ്തിട്ടുണ്ടെന്ന്. സോ നിയമ നടപടികൾ നീണ്ടുപോകും, സമയമെടുക്കും, പുള്ളിക്ക് സറണ്ടർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡയറക്ടർ പുള്ളിയുടെ ഇലക്ട്രോണിക് ഡിവൈസ് എല്ലാം വീട്ടിൽ ഇട്ടിട്ട് ഇറാന്റെ ബോർഡർ 28 ദിവസത്തോളം നടന്നാണ് പുള്ളി ക്രോസ് ചെയ്തത്. പിന്നെ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളൊക്കെ ഇറാനിൽ നിന്നും കള്ളക്കടത്ത് നടത്തിയാണ് ഹംബർഗിൽ കൊണ്ടുവരുന്നത്. അവിടെ വെച്ചിട്ടാണ് ആൻഡ്രൂ ബേർഡ് പടം എഡിറ്റ് ചെയ്തത്. സോ എന്തൊക്കെ ഭീകരമായ കടമ്പകൾ താണ്ടിയാണ് ഒരു സംവിധായകൻ ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാടൊക്കെ എന്തൊരു സ്വർഗമാണല്ലേ. പടത്തിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞു വന്ന് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമോ ക്ലൈമാക്സോ ഒക്കെ ആയിരിക്കും സിനിമ തരുന്നത് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ എത്തി കഴിയുമ്പോഴേക്കും പടം കുറച്ചുകൂടി ചുരുങ്ങി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ട് ചുരുങ്ങപ്പെടുകയാണെന്ന് പറയാം. ഒരു കുടുംബത്തിലൂടെ ഒരു മൊത്തം ജനതയെ റെപ്രസെന്റ് ചെയ്യുകയാണ് എന്നുള്ളത് സത്യമാണ്. സ്റ്റിൽ എന്തൊക്കെയോ കുറച്ചുകൂടി ഭീകരമായിട്ടുള്ള രാഷ്ട്രീയം ക്ലൈമാക്സിൽ പറയുമെന്ന് തോന്നി. അതുപോലെ ഒരു ക്യാരക്ടർ എന്തിനാണ് അത് ചെയ്തത് എന്നത് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അത് ഒരു ഓപ്പൺ ടു ഓഡിയൻസ് ആയിട്ട് കൊടുത്തേക്കുവാണ്. അത് നടന്നില്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു, എങ്കിലും സംഭവിച്ചു നന്നായി. അതുകൊണ്ട് പല തനിനിറങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലായി എന്നും പറയാം. മറ്റൊരു പ്രധാന പ്രശ്നം ഈ പടത്തിന്റെ ലെങ്ത് ആണ്. ആദ്യത്തെ 1 മണിക്കൂറോളം പടം ഭയങ്കര സ്ലോയുമാണ്. എനിക്ക് തുടക്കത്തിൽ കുറച്ച് നന്നായിട്ട് ബോർ അടിച്ചായിരുന്നു. കഥയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനും നമുക്കതൊരു ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ കുറെ ഒരു ഡോക്യുമെന്ററി സ്വഭാവം ഉള്ളതുകൊണ്ട് തുടക്കത്തിലൊക്കെ മാസ് ഓഡിയൻസിനൊക്കെ ആണെങ്കിൽ കുറച്ച് സഹിക്കാൻ പാടായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ താണ്ടിയും നിങ്ങൾ ഈ പടം ഫുള്ള് കണ്ടിരിക്കുകയാണെങ്കിൽ നല്ലൊരു സിനിമാ അനുഭവമായിരിക്കും ഈ ചിത്രം സമ്മാനിക്കുന്നത്. സിനിമയ്ക്ക് ഈ കഴിഞ്ഞ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയിരുന്നു. അതുപോലെ ഓസ്കാറിൽ ഇന്റർനാഷണൽ ഫിലിമിനുള്ള നോമിനേഷനും ഇത്തവണ പോയിട്ടുണ്ട്. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ക്ലാസ് പൊളിറ്റിക്കൽ ത്രില്ലർ ആണ്. ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന മികച്ച ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ആണെന്ന് ഞാൻ പറയും. എങ്കിലും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളതും ഒരു സത്യമാണ്. പടം ഡിജിറ്റലി അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും സത്യത്തിൽ നിലവിൽ വന്നിട്ടില്ല. ഉടൻ തന്നെ ആമസോൺ പ്രൈമിൽ അല്ലെങ്കിൽ മൊബൈലൊക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. പേർഷ്യനാണ് പടത്തിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. 2 മണിക്കൂർ 45 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.